നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നതേ ഒരു അർഹതയുള്ളവരുടെ കയ്യിലാണോ നമ്മൾ പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമ്മളെപ്പോഴും ഒരാലോചന വരുമ്പോൾ തന്നെ നമുക്ക് അർഹതയുള്ളവരാണോ, നമുക്ക് യോജിക്കുന്നവരാണോ, എല്ലാ രീതിയിലും നമ്മളുമായിട്ട് എന്നാന്ന് പറഞ്ഞാൽ മിങ്കിൾ ചെയ്ത് ജീവിക്കുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിച്ച ശേഷം മാത്രമേ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം പറ്റും, നമുക്ക് കുരങ്ങൻ്റെ കൈ പൂമാല കിട്ടും പോലെ ഇരിക്കും. നമ്മളെ പിച്ചി ചീന്തിക്കഴിഞ്ഞ് നമുക്ക് ഒന്നും അല്ലാതായി കഴിഞ്ഞ് നമ്മൾ വെറും ചണ്ടിയായി കഴിഞ്ഞ് നമ്മളെ എടുത്തെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന അങ്ങനെയാണ്. അതായത് ചണ്ടി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും നീരൂറ്റി കുടിച്ച ശേഷം മിച്ചം വരുന്ന വേസ്റ്റിനെയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എടുത്തെറിയപ്പെടും. അങ്ങനെ ഒത്തിരി പെൺകുട്ടികൾക്കും ഒത്തിരി ആൺകുട്ടികൾക്കും പറ്റാറുണ്ട് കേട്ടോ. ആൺകുട്ടികൾക്കും പറ്റുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് വിചാരിക്കുക, ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ തുടർന്നു പോകണോ വേണ്ടയോ എന്ന് ആദ്യമേ തീരുമാനിക്കുക. ആദ്യമേ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ല, ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ കുടുംബജീവിതമല്ലേ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്നോർത്തുകൊണ്ട് നമ്മൾ വീണ്ടും കെട്ടിപ്പിടിച്ച് അതിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതം തീർന്നു പോവുകയേ ഉള്ളൂ. നമ്മൾ പിന്നെ ഒന്നും അല്ലാതായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആരോഗ്യവും പോയി, നമ്മുടെ പ്രവർത്തികളും എല്ലാം പോയി, നമുക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുകയില്ല. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ ജീവിതം നമ്മുടെ കൈകളിലാണ്. ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ പെട്ട് പിച്ചി ചീന്തുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിച്ച് നമ്മൾ രക്ഷപ്പെട്ടുകൊള്ളുക. ഒത്തിരി കുടുംബങ്ങളിൽ സംഭവിക്കുന്നതാണ്. അമ്മായിയമ്മയായി, നാത്തൂന്മാരായി, ഭർത്താവായി, ഭാര്യയായി എന്ന് വേണ്ട എല്ലാ പ്രശ്നങ്ങളിലും പെട്ട് ജീവിതം കളയുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നറിയാവോ? അവരോട് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ശരിക്കും ആലോചിക്കുക. നമുക്ക് പറ്റുന്ന ബന്ധതയാണെങ്കിൽ മാത്രം പോയി ചാടുക, ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവായി പോരുക. 100 വട്ടം പലവട്ടം ആലോചിക്കുക. ഒരു ബന്ധം കണ്ടതേ അത് മാത്രമാണ് സ്വർഗം എന്നും പറഞ്ഞ് അതിൽ ചെന്ന് ചാടാതിരിക്കുക. അതാണ് വേണ്ടത്.